C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എങ്കിലും വെറും ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ചോദിക്കുക. നമ്മുടെ ശ്രീലക്ഷ്മി മാഡം എവിടെയാണ് സർ? ജീവനോടെ ഉണ്ടോ അതോ? എനിക്കറിയാം ഈ രണ്ട് ചോദ്യങ്ങൾക്കും സാറിന്റെ കയ്യിൽ ഉത്തരവില്ലാന്ന്. അതുകൊണ്ടാണല്ലോ കൺമണി ഇവിടേക്ക് വന്നത്. എന്തായാലും സാറിന്റെയും കൺമണിയുടെയും പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല. അതെന്തായാലും അങ്ങനെ തന്നെ പോകട്ടെ. കിടക്കയിൽ തന്റെ മകളെ അവസാനമായി ഒന്ന് കാണാൻ കാത്തിരിക്കുന്ന ഒരച്ഛനുണ്ട് നാട്ടിൽ. ഞാൻ ശ്രീലക്ഷ്മിയുടെ അച്ഛന് വാക്ക് കൊടുത്തത് ശ്രീലക്ഷ്മിയെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി തരുമെന്ന്. 2 മാസം, 2 മാസത്തേക്ക് കൺമണി എന്നോടൊപ്പം വരണം. ആരെയും പറ്റിക്കാനും ജീവിതത്തിൽ അഭിനയിക്കാനും ഈ കണ്ണമ്മയെ കിട്ടൂല. നീ എന്താടി കാണിക്കണേ? പറഞ്ഞ തീയതിയില് പറഞ്ഞ സമയത്ത് നിന്റെ ഓപ്പറേഷൻ ഈ കണ്ണമ്മ നടത്തിയിരിക്കും. നമ്മുടെ ചേച്ചിയുടെ ഓപ്പറേഷന് പൈസ തരാന്ന് പറഞ്ഞില്ലേ, അത് കിട്ടുമോന്ന്? പൈസ തന്നാൽ നിങ്ങൾ വെച്ച കാര്യത്തിന് ഞാൻ സമ്മതിക്കാം. സമ്മതിച്ചു. മകളെ മാലാഖെ പോലെ നോക്കുന്ന ഒരു അച്ഛന് വേണ്ടിയും എന്റെ ദേവി ചേച്ചിക്ക് കാഴ്ച കിട്ടാനും വേണ്ടിയാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. ശരിക്കും ഞാൻ വന്ന കാര്യം നടന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പോ എല്ലാവരുടെയും ഒരു സ്നേഹക്കൂട്ടിലായി പോയി ഞാൻ. എല്ലാവരെയും വിഷമിപ്പിച്ചു പോകാൻ ഒരു മടി. പക്ഷെ പോവും, ഉടനെ ഞാൻ പോവും. ഇത് കണ്ടതോടുകൂടി മോൾക്ക് എല്ലാവരെയും ഓർമ്മ വന്നു കാണുമല്ലേ? ഇനിയെങ്കിലും മോള് പറ, കൺമണിയുടെ ശരിക്കുള്ള പേരെന്താ? നാടെവിടെയാ? ബന്ധുക്കൾ ആരൊക്കെ ഉണ്ട്? മോൾക്ക് പോകണമെങ്കിൽ അവരോടൊപ്പം പോവാം. ഞങ്ങള് നീലഹസ്തിയിലേക്കും. കാഴ്ച കിട്ടിയതുകൊണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോവാലോ. അതുകൊണ്ട് പഴയ പേടിയൊന്നുമില്ല. പക്ഷെ നീ പോകുന്നത് കുറച്ച് വിഷമം തന്നെയാ.
ഞങ്ങൾക്കുള്ളതിനേക്കാളും വിഷമം രവി സാറിനാവും. രൂപം കണ്ട് മാത്രം നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് സാറ്. നീ പോകുന്നു പറയുമ്പോ ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത് ആ മനുഷ്യനാവും. എങ്കിലും ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എല്ലാം. അല്ലെങ്കിലും എന്നെങ്കിലും തിരിച്ചു പോകാൻ വന്നവരല്ലേ നമ്മള്. വേറെ ആരെയും ഓർക്കണ്ട. ഇനിയെങ്കിലും നീ പറയ്, ഈ വള കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? അങ്ങനെ ഓർത്തെടുക്കാനും മാത്രം ഞാനൊന്നും മറന്നുപോയിട്ടില്ല ദേവിച്ചി. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് സുരക്ഷിതമായി എനിക്ക് താമസിക്കാനുള്ള സ്ഥലത്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഞാൻ സ്വയം മാറുമായിരുന്നു. അപ്പോ നീ ചന്ദ്രവർമ്മൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.